വരികയാണ്. എറണാകുളം ചേത്തമംഗലത്തെ നടുക്കി കൂട്ടക്കൊലപാതകം പുറത്തുവരുന്നു. ഒരു വീട്ടിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വേണു, വിനീഷ്, ഉഷ എന്നിവരാണ് ഇപ്പോൾ മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ. 4-അംഗ കുടുംബമാണ് ഇപ്പോൾ ആക്രമണത്തിന് ഇരയായത്. വിനീഷിന്റെ ഭർത്താവ് ജിതിൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കൊലപാതകത്തിൽ ഋതു എന്നയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നിരിക്കുന്നത്. പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. അതേസമയം പ്രതി മാനസിക പ്രശ്നമുള്ള ആളാണോ എന്ന് സംശയിക്കുന്നതായിട്ടും റൂറൽ SP വ്യക്തമാക്കുകയാണ്. ലഹരിക്ക് അടിമയാണോ പ്രതി എന്നതിൽ പരിശോധന വേണമെന്നും പറയുന്നുണ്ട്. ഇയാൾ നേരത്തെ പല കേസുകളിലും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതേസമയം 2022 മുതൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് പ്രതിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഋതു വടക്കൻ പറവൂർ, വടക്കേക്കര സ്റ്റേഷനുകളിൽ ഋതുവിന്റെ പേരിൽ കേസുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല വടക്കൻ പറവൂരിൽ അടിപിടി കേസിലെ പ്രതിയാണ് ഇയാളെന്നാണ് പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതേസമയം അയൽവാസികൾ തമ്മിലുള്ള ഒരു തർക്കമാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. കൊല്ലപ്പെട്ടവരുടെ അയൽവാസിയാണ് ഋതു. ഋതു ഒരു 28 വയസ്സുകാരനാണെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. മാത്രമല്ല നിരന്തരം ഇയാൾ അക്രമകാരി എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ആക്രമണത്തിന് പിന്നാലെ പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയെന്നാണ് വിവരങ്ങൾ. അതേസമയം തിരുവനന്തപുരത്ത് യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. തിരുനെൽവേലി സ്വദേശി രംഗദുരയാണ് അറസ്റ്റിലായിരിക്കുന്നത്. യുവതിയുടേത് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. തെങ്കാശിയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നതിനിടയിലാണ് പ്രതി പിടിയിലാകുന്നത്. കഴുത്തിൽ കയറും തുണിയും മുറുക്കിയാണ് പ്രതിയെ പിടികൂടിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഖാരിച്ചിറ മുസ്ലിം പള്ളിക്ക് പിറകുവശം റെയിൽവേ ലൈൻ അടുത്ത് കുളങ്ങര വീട്ടിൽ ഷിജി എന്ന 33-കാരിയെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ടോടെ പെൺമക്കൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തി വാതിൽ തട്ടി വിളിച്ചെങ്കിലും തുറക്കാത്തതിനെ തുടർന്ന് വീടിന്റെ പിറകിലെത്തിയപ്പോൾ പിൻവാതിൽ തുറന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ ഹാളിൽ കിടക്കുന്നതായി കണ്ടത്. കഴുത്തിൽ ചെറിയ കയറ് കെട്ടിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇത് കണ്ട് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഈ പെൺകുട്ടികൾ കാരിച്ചിറ ജംഗ്ഷനിലെത്തിയപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. അതേസമയം രംഗതുരെ മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ പോവുകയായിരുന്നു. യുവതിയുടെ ആദ്യ ഭർത്താവ് നേരത്തെ തന്നെ മരണപ്പെട്ടതാണ്. ഇതിന് പിന്നാലെയാണ് യുവതി കണിയാപുരത്തെ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോവുകയും ഒപ്പം ജോലി ചെയ്തിരുന്ന രംഗനുമായി പരിചയപ്പെടുകയും അടുപ്പത്തിലാവുകയും ചെയ്യുന്നത്. ഷാനു ദുബായിലും കുവൈറ്റിലും അടക്കം പോയിരുന്നു. 6 മാസം മുൻപാണ് തിരിച്ചെത്തിയത്. ഇക്കഴിഞ്ഞ 19-ാം തീയതി കഠിനംകുളത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് പൂമാല ചാർത്തി ഒരുമിച്ച് താമസിച്ച് വരികയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നാലെയാണ് ഇയാൾ കൊലപാതകം നടത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.